നമസ്കാരം. ഞാൻ റാഫേൽ കുര്യൻ, മൈനാട്ടുകാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് മൈനാട് റെയിൽവേ സ്റ്റേഷന് സമീപം. ഇവിടെ നിർത്തുന്ന ഈ മൈനാട് 8:25 വരെയുണ്ട ഇൻ്റർസിറ്റി എക്സ്പ്രസ് സാധാരണ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ 1-ാം തീയതി മുതൽ സ്ഥിരമായിട്ട് ലേറ്റാവും. ഇന്ന് വന്നത് 9 മണിക്കാണ്. എന്തായാലും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ പഞ്ചിങ്ങൊക്കെ ഇന്ന് നടക്കത്തില്ല. അതുകൊണ്ട് അവർ കുറേ പ്രതികരണങ്ങൾ അവർ പറയുന്നുണ്ട്. എന്തായാലും അവരുടെ പ്രതികരണങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. നമ്മൾ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഈ ഇന്റർസിറ്റി എക്സ്പ്രസ് മിക്ക ദിവസവും ലേറ്റാണ്. സമയത്തിന് ജോലിക്ക് എത്താൻ പറ്റുന്നില്ല. പലരും ബുദ്ധിമുട്ടുന്നു. ഞാൻ മാത്രമല്ല, ഇവിടെ പലരും ഉണ്ട്. ടീച്ചേഴ്സൊക്കെ ഉണ്ട്, കോളേജിൽ പോകാനുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. അല്ല, എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ ലേറ്റ് ആവുന്നുണ്ട്? ഒരാഴ്ച ഫസ്റ്റ് തൊട്ട് മിക്ക ദിവസവും ലേറ്റാണ്. അത് മാത്രവുമല്ല, ഇവിടെ താമസിച്ച് വരുന്ന ദിവസം വണ്ടി കൊണ്ടുവന്ന് ഒരുപാട് ഫ്രണ്ടിലിട്ടിട്ട് ഇന്നലെ ഒരു വല്യമ്മ മറിഞ്ഞു വീണ് അവർക്ക് കയ്യാ കാലൊക്കെ ഒടിഞ്ഞു പോയി. ഈ പ്ലാറ്റ്ഫോമിന് നീളമില്ലാത്തതുകൊണ്ട് അല്ലേ? അവിടെ ഒരു 3 കമ്പാർട്ട്മെന്റ് പുറത്താണ് നിൽക്കുന്നത്. അതും നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. അങ്ങനെ പല അപകടങ്ങളും പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം. നിങ്ങൾ എവിടെ പോകുന്നത്? എന്താ ജോലിക്ക് പോകണം? എന്താണിപ്പോൾ ഇന്റർസിറ്റിക്ക് പ്രശ്നം? ഡെയിലി പോകേണ്ട അവസ്ഥയാണ് ആണല്ലേ? അപ്പോൾ ഒരുപാട് നമുക്ക് സൗകര്യത്തിന് എത്തണ്ടേ, കാര്യം ടൈമിന് എത്തുന്നതിനും എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് അത് തന്നെയാണ്, സ്ഥിരമായിട്ട് ഇങ്ങനെ ലേറ്റ് ആവുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇങ്ങനെ ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ ചെല്ലാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? വേറെ കുറേ ടീച്ചേഴ്സ് അവിടെ വേറെ ഉണ്ട്, ഒരുപാട് പേരുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അത് ശരി. എവിടെ പോകാൻ നിൽക്കുന്നത്? വർക്കല പോകുന്നത്. എന്താ ജോലിയാണ്? ഇപ്പോൾ ആവശ്യമായിട്ട് പോയതാണ്. ഇവിടെ ഇന്ന് ലേറ്റാണ് അല്ലേ? അല്ലേ? സിറ്റി പോകാൻ നിൽക്കുന്ന ഞങ്ങൾ സ്ഥിരം ഇന്റർസിറ്റി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ 9:45 അവിടെ റൈറ്റ് ടൈം. എവിടെയാ? തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരം എല്ലാ മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ ലേറ്റായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? പൊതുവെ ബുദ്ധിമുട്ടാണ്. പഞ്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പഞ്ച് അവിടെ ചെല്ലുമ്പോൾ തന്നെ 10:15 ആവും. അതെന്താ ഇപ്പോൾ സ്ഥിരമായിട്ട് ലേറ്റ് ആവാൻ കാര്യമൊന്നുമല്ല അറിഞ്ഞു. ലേറ്റ് ആവുന്ന അല്ല, ഇതിൻ്റെ പുറകെ പോകുന്ന വണ്ടികളൊക്കെ കയറ്റി വിടുന്നുണ്ടല്ലോ. ഇതിന്റെ പുറകെ പോകുന്ന വണ്ടികളെല്ലാം കയറ്റി വിടുന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി മാത്രം അല്ലേ? ഇവിടെ ഈ വണ്ടിക്ക് മാത്രമേ സ്റ്റോപ്പുള്ളൂ. നമുക്കിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ലേറ്റ് ആയാലും വേറെ. അതെ, വയനാട്ടിൽ ഈ വണ്ടിക്കുള്ള സ്റ്റോപ്പ്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് തന്നെ കാത്തു നിൽക്കുകയാണ് അല്ലേ? 7 മണിക്കുള്ള പാസഞ്ചറിൽ പോകണം. അല്ലെങ്കിൽ ഇത് സാധാരണ 8:25 വരുന്നത്. 8:25 വരേണ്ടത്. ഇപ്പോൾ ഏതാണ്ട് ഇന്ന് 9 മണിയാകാറായി. അത് ശരി. വർഷമൊക്കെ വളരെ ഏർലിയാണ് വന്നുകൊണ്ടിരുന്നത്. 8:15 മുതൽ 8:15 കറക്റ്റായിട്ട് കൊല്ലത്തുനിന്നെടുത്ത് ഇവിടെ 8:20 ആകുമ്പോൾ 8:25 ആകുമ്പോൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം 2 ആഴ്ച കൊണ്ട് ഇപ്പം 10-15 മിനിറ്റോളം ലേറ്റാണ്. 10-15 അല്ല, അരമണിക്കൂറോളം ലേറ്റ്. ഇന്നിപ്പോൾ ഏകദേശം ഇന്നിപ്പോൾ 9 മണിക്കെങ്കിലും എത്തുമോ ഇവിടെ? ഇപ്പോൾ 8:50 ആയില്ലേ? 9 മണിക്ക് വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സമയത്തിനൊന്നും ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല അല്ലേ? പ്രയാസമുണ്ട്. നമുക്ക് 10:15 പഞ്ചിങ് ടൈം. 10:25 10:30 ആവുന്നുണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? പേരുക്കട. ഇതെന്താ എന്നും ലേറ്റാണ് അല്ലേ? ലേറ്റാണ്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ലേറ്റ് തന്നെ. റൈറ്റിന് വന്നുകൊണ്ടിരുന്ന ട്രെയിനായിരുന്നു ഇന്റർസിറ്റി. ഇന്റർസിറ്റി ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് ലേറ്റായാണ് വരുന്നത്. നമുക്ക് സമയത്ത് ഓഫീസിൽ ചെന്ന് കയറാൻ പറ്റുന്നില്ല. ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? ഇത് കുറേ ദിവസം കൊണ്ടേ ഉണ്ട്. ടീച്ചർമാർ മാറി എന്നും ഇങ്ങനെ തന്നെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ തന്നെ അല്ലേ? അല്ല, ഇതിന് പുറകെ പോകുന്ന വണ്ടികളൊക്കെ ട്രെയിനൊക്കെ പോയല്ലോ. ഇതിപ്പോൾ വയനാട്ടിൽ നീ ഒരു ട്രെയിനല്ലേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ? അതെ. ട്രെയിൻ എല്ലാ ദിവസവും ലേറ്റാണ്. ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്കൂളിൽ സമയത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അതുപോലെ ഒരു സ്റ്റോപ്പ്, അതായത് വയനാട് നിർത്തുന്ന ട്രെയിനെന്ന് പറയുന്നത് രാവിലെ ഈ ഇൻ്റർസിറ്റി മാത്രമേ ഉള്ളൂ. പാസഞ്ചർ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര പ്രായോഗിക ബുദ്ധിമുട്ടാണ്. നമുക്ക് കൂടുതൽ സ്റ്റോപ്പ് ഉള്ള ട്രെയിനുകൾ ഇവിടെ അനുവദിക്കണം. വഞ്ചിനാട് ഉണ്ടെങ്കിൽ പ്രയാസമില്ലായിരുന്നു അല്ലേ? അതെ അതെ, വഞ്ചിനാടിന് ഒരു സ്റ്റോപ്പ് അനുവദിച്ചാലും വളരെ നന്നായിരിക്കും. ഇതിപ്പോൾ 8:25 വരുന്ന ട്രെയിൻ ഇപ്പോൾ എത്രയും സമയം? ഇപ്പോൾ 8:47 9 മണിയായാലും ഇവിടെ എത്തുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല അല്ലേ? വലിയ പ്രയാസമാണ്. ഇതുവരെയും കൊല്ലത്തുനിന്ന് എടുത്തിട്ടില്ല.
പഞ്ചിങ്ങിനാണ് ബുദ്ധിമുട്ടല്ലേ? ഇതിന് വന്നുകൊണ്ടിരുന്ന ട്രെയിനാണ് ഇപ്പം വരുന്നത് 9 മണി കഴിഞ്ഞാണ്. നമ്മുടെ സമയത്തിന് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റുന്നില്ല. ആകെപ്പാട് വലയുകയാണ്. നമുക്ക് എങ്ങനെയും മഞ്ചിനാടിനെങ്കിലും ഇവിടെ നമുക്ക് അനുമതി കിട്ടിയേ പറ്റും. ഞാനിവിടെ വഴുതക്കാട് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യാണ്. അപ്പം സ്ഥിരം ഇത് ഈ ഇൻ്റർസിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിന് ശേഷം പോകാനുള്ള ട്രെയിൻ വരെ കയറ്റി വിട്ടിട്ടാണ് റെയിൽവേയുടെ അനാസ്ഥ. ഇതിനെതിരെ നമുക്ക് ശക്തമായ പ്രതിഷേധം കൂട്ടായ്മ തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മുമ്പ് സൂചിപ്പിച്ച പോലെ പ്ലാറ്റ്ഫോമിൻ്റെ നീളക്കുറവ് പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുന്ന ഒരു നടപടിയിലേക്ക് പോകുന്നുണ്ട്. മിക്ക വണ്ടികളും എഞ്ചിനും 2 ബോഗിയും കൂടെ വിട്ടതിന് ശേഷം ഫ്രണ്ടിലോട്ടാണ് കൊണ്ട് നിർത്തുന്നത്. അപ്പം ഞാൻ ഒരു 4-5 ദിവസം ഇവിടുന്ന് കയറിയ ദിവസങ്ങളിലെല്ലാം തന്നെ ഇൻ്റർസിറ്റിയുടെ സമയം ഒരുപാട് വൈകിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പഞ്ചിങ് ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ സമയത്തിന് ചെന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പറ്റുന്നില്ല. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് പരവൂരെന്നൊക്കെ കയറുന്ന ഒരുപാട് സ്റ്റാഫുകൾ എൻ്റെ കൂടെ ഉണ്ട്. അവർക്കെല്ലാം ഈ റെയിൽവേയുടെ ഈ ഒരു നടപടിയിലൂടെ വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അതിന് ശക്തമായ പ്രതിഷേധ നടപടി ഉണ്ടാവണം. അങ്ങനെ ഏകദേശം 9 മണിയോട് കൂടിയാണ് ഇൻ്റർസിറ്റി മെല്ലെ ഇഴഞ്ഞ് ഇതേവിടെ വയനാട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്.